ഫ്രാൻസിലെ ലാൻഡോഡോക്കിലാണ് വിശുദ്ധൻ ജനിച്ചത്. ആദ്യകാലങ്ങളിൽ വിറ്റിസ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പെപ്പിൻ രാജാവിന്റെയും ചാർലി മേയിന്റെയും രാജധാനിയിൽ വിശിഷ്ട അതിഥികൾക്കുള്ള ലഹരി പാനീയങ്ങൾ പകർന്നു നൽകുന്ന ജോലിക്കാരനായിരുന്നു അദ്ദേഹം. നദിയിൽ മുങ്ങിക്കൊണ്ടിരുന്ന തന്റെ സഹോദരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വിറ്റിസ ലൗകിക ജീവിതം ഉപേക്ഷിക്കുവാനായി പ്രതിജ്ഞയെടുത്തു. ഡിജോണിന് സമീപമുള്ള ബെനഡിക്റ്റൻ സന്യാസി സഭയിൽ ചേരുകയും ബെനഡിക്റ്റ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ആശ്രമാധികാരികൾ അദ്ദേഹത്തെ ആശ്രമത്തിലെ കലവറ സൂക്ഷിപ്പുകാരനായി നിയമിച്ചു. ആശ്രമാധിപതിയുടെ മരണശേഷം അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അനിനോയ്ക്ക് സമീപമുള്ള ബ്രുക്കോക്കിൽ സന്യാസ ജീവിതം നയിച്ചു വന്നു. അവിടെ അദ്ദേഹം ഒരു ആശ്രമവും ഒരു ദേവാലയവും പണി കഴിപ്പിച്ചു. അവിടുത്തെ സന്യാസിനിമാർ കയ്യെഴുത്ത് പ്രതികളും മറ്റു ലിഖിതങ്ങളും പകർത്തിയിരുന്ന ജോലിയിൽ സ്വയം ചെയ്തിരുന്നു. വളരെ സഹനപൂർണമായ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അവർ വെറും വെള്ളവും അപ്പവും മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. വിശുദ്ധ ബെനഡിക്റ്റും ദൈവഭക്തനായിരുന്ന ലൂയിസ് ചക്രവർത്തിയും വളരെയേറെ സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായി ചക്രവർത്തി നിരവധി ആശ്രമങ്ങൾ നിർമ്മിച്ചു നൽകുകയും ബെനഡിക്റ്റിനെ തന്റെ സാമ്രാജ്യത്തിലെ ആശ്രമങ്ങളുടെ ഭരണാധികാരിയായി നിയമിക്കുകയും ചെയ്തു. വിശുദ്ധ ബെനഡിക്റ്റിനെ പാശ്ചാത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിന്റെ നവോത്ഥാന നായകൻ എന്ന നിലയിൽ പരിഗണിച്ചു വരികയും രണ്ടാം ബെനഡിക്റ്റ് എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. തന്റെ 71ാമത്തെ വയസ്സിൽ അസാധാരണമായ ആഹ്ലാദത്തോടെയാണ് വിശുദ്ധൻ മരണമടഞ്ഞത്. ആശ്രമ ദേവാലയത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. വിശുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് നിരവധി അത്ഭുതങ്ങൾ നടന്നതായി പറയപ്പെടുന്നു.